രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ലോകത്ത് ഒരു വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടായി. എന്ന് വെച്ചാൽ രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്നേ പറ്റൂ. ഒന്നുകിൽ സോവിയറ്റിനൊപ്പം, ഇല്ലെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം. അതായത് കമ്മ്യൂണിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയും എന്നും പറഞ്ഞ് രണ്ട് ചേരികൾ ഉണ്ടായി. എന്നാൽ ആ സമയത്ത് ചില രാജ്യങ്ങൾക്ക് ഒരു ചേരിയിലും ചേരാൻ താല്പര്യമുണ്ടായില്ല. അത്തരത്തിലൊരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഒരു ആശയം അങ്ങനെ ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. നോൺ അലൈൻഡ് മൂവ്മെന്റ് അഥവാ ചേരിചേരാ പ്രസ്ഥാനം, NAM. ഈ ഒരു പ്രസ്ഥാനം 1961 ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യ, യുഗോസ്ലോവിയ, ഈജിപ്റ്റ്, ഇന്തോനേഷ്യ, ഘാന എന്നീ രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ആരംഭിക്കുന്നത്. 5 രാജ്യങ്ങൾ ചേർന്ന് തുടങ്ങി വെച്ച ചേരിചേരാ പ്രസ്ഥാനം ഇന്ന് 120 അംഗരാജ്യങ്ങളും 18 നിരീക്ഷക രാജ്യങ്ങളും 10 ഒബ്സർവർ ഓർഗനൈസേഷൻസുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രൂപ്പാണ്. അതായത് UN കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രൂപ്പ്. ഇന്ത്യ ഇന്നും ചേരിചേരാ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാനപ്പെട്ട അംഗം തന്നെയാണെങ്കിലും ഇന്നത്തെ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഈ കോൾഡ് വാർ നടന്ന സമയത്ത് നമുക്ക് ഒരു ചേരിയുമായിട്ടും സഹകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി. എന്നാൽ ഇന്ത്യ അതിനെ മാറ്റിയെടുക്കുകയാണ്. നരേന്ദ്രമോദി വന്നതിന് ശേഷം അങ്ങനെ ഒരു ചേരിയുടെ ഭാഗത്ത് പോകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് പുതിയൊരു ഫോറിൻ പോളിസി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന വ്യത്യസ്തമായ ഒരു ആശയം നരേന്ദ്രമോദി കൊണ്ടുവന്നു. ജവഹർലാൽ നെഹ്റു ഈ നോൺ അലൈൻഡ് മൂവ്മെന്റ് കൊണ്ടുവന്ന സമയത്ത് അന്ന് അതായിരുന്നു ഏറ്റവും മികച്ച തീരുമാനമെന്നതിൽ തർക്കമില്ല. എന്നാൽ പക്ഷേ നെഹ്റുവിന് പറ്റൊരു വീഴ്ച, അദ്ദേഹം സോവിയറ്റിനോട് മാത്രമായിട്ട് കൂടുതൽ ചായ്ഞ്ഞു നിന്നു. അദ്ദേഹം അതേ സമയത്ത് അമേരിക്കൻ ചേരിയോട് തീരെ താല്പര്യം കാണിച്ചുമില്ല. അദ്ദേഹത്തിന്റെ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകൾ അതിലൊരു കാരണമായിരുന്നിരിക്കാം. പക്ഷെ നെഹ്റുവിന് ഒരുപാട് വീഴ്ചകൾ അതിൽ പറ്റിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനം, ആ ഉദ്ദേശം നല്ലതായിരുന്നു. പിൽക്കാലത്ത് ഇന്ത്യയുടെ ഭരണാധികാരികളെല്ലാം അത് ഫോളോ ചെയ്തു. നരേന്ദ്രമോദി വന്നപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? മോദി ഒരു പുതിയ ആശയം മുന്നോട്ട് വെച്ചു. ചേരിചേരാ നയം എന്നതിനെ ഒന്ന് മാറ്റിയിട്ട് എല്ലാ ചേരികളോടും സഹകരിക്കുന്ന ഒരു പുതിയ നയം, അതായത് നോൺ അലൈൻഡ് മൂവ്മെന്റിനെ അദ്ദേഹം മൾട്ടി അലൈൻഡ് മൂവ്മെന്റ് എന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മാറ്റി ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇന്ത്യക്ക് US നല്ല റിലേഷൻസ് ഉണ്ടായി, ഇന്ത്യ റഷ്യയുമായിട്ട് നല്ല റിലേഷൻസ് ഉണ്ടാക്കി, ഇന്ത്യ യൂറോപ്പുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കി. അതിൽ തന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കിയാൽ ഫ്രാൻസ്, ജർമ്മനി, അതുപോലെ നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ ബിൽഡ് ചെയ്തെടുത്തു. ബ്രിട്ടനുമായിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതിനെ നമ്മൾ പതിയെ ഇല്ലാതാക്കുകയും ബ്രിട്ടനുമായിട്ട് നല്ലൊരു റിലേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യ ചൈനയുമായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ നമുക്കത് പാളിപ്പോയി. 2020 ചൈന തന്നെയാണ് അതിന് കാരണമായത്. ഗാൽവാൻ സംഘർഷം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ചൈനയുമായി സഹകരിക്കാൻ കഴിയുമായിരുന്നു. പിന്നെ നമ്മൾ ചൈനയെ സമ്മർദ്ദങ്ങളിൽ പെടുത്തുകയും ചൈനയുമായി സഹകരിക്കാതെ പൂർണ്ണമായിട്ട് വിട്ടുനിൽക്കുകയും ചെയ്തു. ഒടുവിൽ ചൈനയ്ക്ക് ഇന്ത്യയുമായി സഹകരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ചൈന എത്തുകയും ഇന്നിപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ടേംസ് മെച്ചപ്പെട്ടു വരികയാണ്. സോ ഒരു ചേരിയുടെയും ഭാഗമല്ലാതെ നിൽക്കുന്നതിന് പകരം എല്ലാ വിഷയങ്ങളിലും ഇടപെടുക, എല്ലാ ചേരിയുടെയും ഭാഗമാവുക, എന്നാൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിലപാടുകൾ എടുക്കുക. അങ്ങനെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇന്ന് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അന്നത്തെ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആ ഒരു പോളിസിയിൽ നിന്ന് ഇന്ന് ഇന്ത്യ എത്തുമ്പോൾ ഭയാനകമായിട്ടുള്ള ചേഞ്ച് ഒന്നുമില്ല. അന്ന് ഇന്ത്യ ആരോടും ചേരാതെ നിന്നപ്പോൾ ഇന്ന് ഇന്ത്യ എല്ലാവരോടും ചേരുന്നു. പക്ഷെ അപ്പോഴും അതിന്റെ കോർ ആയിട്ടുള്ള ഒരു ഫാക്ടർ നമ്മൾ എടുത്താൽ അന്നും ഇന്ത്യ ഏതെങ്കിലും ഒരു പക്ഷത്തോടൊപ്പം നിന്നില്ല, ഇന്നും ഇന്ത്യ ഏതെങ്കിലും ഒരു പക്ഷത്തോടൊപ്പം നിൽക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അന്നും ഇന്നും ഇന്ത്യ ചേരിചേരാ നയം തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ എല്ലാവരുമായി സഹകരിക്കുക കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത. എല്ലാ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഇസ്രായേലുമായിട്ട് വളരെ അടുത്ത സൗഹൃദം പുലർത്തുമ്പോൾ തന്നെ പലസ്തീനിലെ ജനങ്ങളെയും ഗവൺമെന്റിനെയും തള്ളി പറഞ്ഞിട്ടില്ല. നമ്മൾ റഷ്യയുമായിട്ട് നല്ല സൗഹൃദം നിലനിർത്തുമ്പോൾ തന്നെ യുക്രൈന് വേണ്ടിയിട്ട് സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. മരുന്നുകൾ, അവശ്യ വസ്തുക്കൾ, അതുപോലെ ഫുഡ് ഐറ്റംസ്, അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഇങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. തുർക്കിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ തന്നെ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ നമ്മൾ ആദ്യം സഹായം എത്തിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. അതുപോലെ കോവിഡ് വന്ന സമയത്ത് നമ്മൾ എല്ലാ രാജ്യങ്ങൾക്കും നമ്മുടെ ആവശ്യത്തിന് നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ലോകത്ത് ആവശ്യക്കാരായിട്ടുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ വാക്സിൻസ് നമ്മൾ സപ്ലൈ ചെയ്തു. അതിൽ തന്നെ പൈസ ഇല്ലാത്ത ദരിദ്രരായിട്ടുള്ള രാജ്യങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുത്തു. ഇന്ത്യയോട് വിധേയത്വം പുലർത്തുന്ന രാജ്യങ്ങൾക്കും സൗജന്യമായി കൊടുത്തു. അപ്പൊ നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ടും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇന്ന് ലോകം മുഴുവൻ പറയുന്നു ഇന്ത്യയാണ് ശരി, ഇന്ത്യയുടെ ഫോറിൻ പോളിസിയാണ് ശരി. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ ഭയങ്കരമായിട്ട് കണ്ടിട്ട് കൊതി തോന്നിയ ചില രാജ്യങ്ങളുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. അതിലൊന്നാണ് ഫ്രാൻസ്. ഫ്രാൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി വേണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു. പക്ഷെ എന്നും അമേരിക്കയുടെ പുറകിൽ നിൽക്കാനേ അവർക്ക് പറ്റുന്നുള്ളൂ.
അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് കുറെ കാലമായിട്ട് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ്. ട്രംപായിട്ട് തന്നെ നാറ്റോയിൽ നിന്ന് പുറത്തേക്ക് പോവാണെങ്കിലും അദ്ദേഹം ഹാപ്പിയാണ്. കാരണം പിന്നെ നാറ്റോയിലെ പ്രബല ശക്തി എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. സോ ഇന്ത്യയെ പോലെ എല്ലാ കാര്യങ്ങളിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് മാറുക എന്നത് ഫ്രാൻസിന്റെ മാത്രം ആഗ്രഹമല്ല. ബ്രിട്ടൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, സൗദി അറേബ്യക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, UAEക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഇന്തോനേഷ്യക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇന്ത്യയുടെ ശത്രു രാജ്യമാണെങ്കിൽ പോലും പാകിസ്ഥാന് പോലും ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാ രാജ്യങ്ങൾക്കും അത് നടക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ വേൾഡിലെ 4th സ്ട്രോങ്ങസ്റ്റ് ലാർജസ്റ്റ് മിലിറ്ററി ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ പാകിസ്ഥാനെ കൊണ്ട് അത് പറ്റുമോ? പറ്റില്ല. ചൈനയ്ക്ക് എതിരായിട്ട് ഒന്നും ചെയ്യാൻ പാകിസ്ഥാന് പറ്റില്ല. ചൈനയെ പിണക്കാനും പറ്റില്ല. ചൈനയെ പിണക്കിക്കൊണ്ട് ഒരു ഡിസിഷനും അവർക്ക് എടുക്കാൻ പറ്റില്ല. എന്നാൽ ഇപ്പൊ ഇന്ത്യക്ക് വേണമെങ്കിൽ F-35 ഇന്ത്യ വാങ്ങണമെന്ന് വിചാരിച്ചാൽ വാങ്ങും. റഷ്യ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. S-400 നമ്മൾ വാങ്ങണമെന്ന്, റഷ്യയിൽ നിന്ന് വാങ്ങണമെന്ന് വിചാരിച്ചാൽ വാങ്ങും. അമേരിക്ക എന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അവിടെ നമുക്ക് ഈ രാജ്യങ്ങളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾ മസിൽ പവർ ഒന്നും കാണിക്കുന്നില്ല, അതിന് മാത്രം മസിൽ നമുക്ക് വന്നിട്ടില്ല, ഇനിയും സമയമെടുക്കും. പക്ഷെ എങ്കിലും നമ്മുടെ ഉള്ള ശക്തി വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഗം കൃത്യമായിട്ടും ആ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും നമ്മുടെ സ്റ്റാൻഡ് വ്യക്തമാക്കാനും തന്ത്രപരമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഫോറിൻ പോളിസി നല്ലതെന്ന് ഇന്ന് ലോകം പറയാൻ കാരണം എന്താണെന്നറിയോ? ഇപ്പൊ അമേരിക്കയെ ട്രസ്റ്റ് ചെയ്തിട്ട് നാറ്റോ മെമ്പേഴ്സ്, യൂറോപ്യൻ രാജ്യങ്ങള്, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇങ്ങനെ കുറെ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് US അവരുടെ ഫോറിൻ പോളിസി ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ട്രംപിന് ഇനി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളെ ഇന്ന് സഹായിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. യുദ്ധങ്ങൾ ഉണ്ടാക്കിയുള്ള പൈസ കൊണ്ട് കളയാനും താല്പര്യമില്ല. പൊതുവെ US വളരെയധികം സേഫ് ആയിട്ടാണ് നിൽക്കുന്നത്. ജിയോഗ്രഫിക്കലി നോക്കിയാൽ USന് ഭീഷണിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇറാനും ഉത്തര കൊറിയയും. ഈ ഇറാനും ഉത്തര കൊറിയയും ആരുടെ ബലത്തിലാണ് കളിക്കുന്നത്? റഷ്യയുടെ ബലത്തിലാണ്. അപ്പോൾ US എന്ത് ചെയ്യാണ്? റഷ്യയുമായിട്ട് നല്ലൊരു ടേംസിൽ എത്താൻ ശ്രമിക്കുകയാണ്. റഷ്യയും US നല്ലൊരു ടേംസിൽ ആയി കഴിഞ്ഞാൽ USന് പിന്നെ ഏത് രാജ്യത്തിന്റെ അടുത്തു നിന്നാണ് ഭീഷണി ഉള്ളത്? ചൈന പോലും തങ്ങൾക്കൊരു വലിയ ഭീഷണിയായിട്ട് US കാണുന്നില്ല. കാരണം ചൈനയെ അവരൊരു എക്കണോമിക് ത്രെട്ട് ആയിട്ടാണ് കാണുന്നത്. മിലിറ്ററി ത്രെട്ടേ അല്ല ചൈന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ചൈന എന്നെങ്കിലും ഒരിക്കൽ ഇപ്പൊ അമേരിക്ക എന്ന രാജ്യത്തിന് ഒരു സൈനിക ശക്തി എന്ന നിലയിൽ ഒരു ഭീഷണിയാവുകയാണെങ്കിൽ അതിന് ഇനിയും ഒരു മിനിമം ഒരു 50 years എങ്കിലും വേണ്ടി വരും. കാരണം അമേരിക്ക അത്രയും അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ USനെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ എക്കണോമിക് സ്ട്രെങ്ത്, അതാണ് അമേരിക്ക എപ്പോഴും ഭയപ്പെടുന്നത്. അവർക്ക് ടെക്നോളജിക്കലി, പ്രത്യേകിച്ച് സ്പേസിലൊക്കെ അമേരിക്കയ്ക്ക് ഒരു കോമ്പറ്റേറ്റർ ആയിട്ട് മാറാൻ പോകുന്നത് ചൈനയാണ്. സോ അതുകൊണ്ടുള്ള ഒരു ഭയമാണ് അവർക്കുള്ളത്, അല്ലാതെ സൈനികമായിട്ടുള്ള ഭയമല്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം USന്റെ ഭയം എന്ന് പറയുന്നത്, റഷ്യ വലിയൊരു മിലിറ്ററി ആണ്. റഷ്യയുടെ മൂക്കിന്റെ തുമ്പത്താണ് അലാസ്ക കിടക്കുന്നത്. റഷ്യക്ക് വേണമെന്നുണ്ടെങ്കിൽ USനെ ആക്രമിക്കാൻ പറ്റും, അതിനുള്ള ശേഷി അവർക്കുണ്ട്. റഷ്യയുടെ കയ്യിലാണ് വേൾഡിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആണവായുധങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് USന് ഒരു പേടിയുണ്ട്. അപ്പൊ റഷ്യയുമായിട്ടൊരു സൗഹൃദത്തിൽ പോകുന്നതാണ് നല്ലത്. ശക്തര് തമ്മിൽ യുദ്ധം വേണ്ട, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം എന്നുള്ളതാണ് US ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് US എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാ മറ്റു രാജ്യങ്ങളെയും അവഗണിക്കുകയാണ്. ഇപ്പോൾ രാജ്യങ്ങൾക്കെല്ലാം മനസ്സിലായി, ഇത്രയും കാലം US പറയുന്നതൊക്കെ കേട്ട് USനൊപ്പം നിന്നിട്ടും കറിവേപ്പല പോലെ US വലിച്ചെറിയുകയാണ്. അപ്പൊ ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി ആയിരുന്നു നല്ലത് എന്ന് ഇന്ന് അവർ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ റഷ്യയെ പിണക്കേണ്ടി വരുമായിരുന്നില്ല. എങ്കിൽ USമായിട്ടും ഹെൽത്തി റിലേഷൻ ഉണ്ടാകുമായിരുന്നു. ഇത് US പറയുന്നതൊക്കെ കേട്ട് ഇത്രയും കാലം നിന്നിട്ട് ഇപ്പോൾ ഒരു വിലയും ഇല്ലാതെ ഈ രാജ്യങ്ങളെയൊക്കെ അമേരിക്ക അവഗണിക്കുന്നു എന്നുള്ളതാണ് ഈ രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നം. നാറ്റോ മെമ്പേഴ്സും ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി. അത് ജവഹർലാൽ നെഹ്റു തൊട്ട് മോദി വരെയുള്ളവർ എടുക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിന് ഒരു സിമിലാരിറ്റി ഉണ്ട്. അതിപ്പോ ആരോടും കൂടാതെ നിന്നാലും എല്ലാരോടും കൂടുന്ന നയമാണെങ്കിലും, ജവഹർലാൽ നെഹ്റു ആരോടും കൂടാതെ നിന്നു, മോദി എല്ലാരോടും കൂടുന്ന ഒരു പോളിസിയിലേക്ക് എത്തി. പക്ഷേ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ നമുക്കറിയാം ഇത് രണ്ടും ചേരാ നയമാണ്. ഏതെങ്കിലും ഒരു ചേരിയുടെ കൂടെ നമ്മൾ നിൽക്കുന്നില്ല, നമ്മൾ എല്ലാവരുടെ കൂടെയും ഉണ്ട്. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് മാറും. അങ്ങനത്തെ ഒരാൾക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രാജ്യത്തിന് ഇന്ന് വേൾഡിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. അങ്ങനത്തെ ഒരു രാജ്യമാണെന്ന് ലോകത്തില്ലാത്തത്. ഇതുകൊണ്ടാണ് സൗദിക്കും UAEക്കും അല്ലെങ്കിൽ ഈവൻ തുർക്കിക്ക് പോലും ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ അസൂയ തോന്നുന്നത്. സോ ഒരുപക്ഷെ ഇന്ത്യയാണ് ശരിയെന്ന് കാലം തെളിയിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.